അടുത്ത കാലത്ത് ജീവിച്ച് മൺമറഞ്ഞുപോയ സൂക്ഷ്മജ്ഞാനികളായ പണ്ഡിത കേസരികളിൽ പ്രമുഖരാണ് കുമരമ്പത്തൂർ എ.പി. മുഹമ്മദ് മുസ്ലിയാർ. 1942 മണ്ണാർക്കാടിലെ കുമരമ്പത്തൂരിൽ അമ്പാടത്ത് പുന്നപ്പാടത്ത് മുഹമ്മദ് എന്ന കുഞ്ഞിപ്പുവിൻ്റെയും പെരുമണ്ണിൽ ആമിന എന്നിവരുടെയും മകനായിട്ടാണ് ഉസ്താദിൻ്റെ ജനനം. മഹാനുഭാവൻ്റെ പാണ്ഡിത്യത്തിൻ്റെ ആഴം കാരണം മുഹഖിഖുൽ ഉലമ എന്ന് പേര് വിളിക്കപ്പെട്ട ഉസ്താദ് ചുങ്കത്ത് മൊയ്തുപ്പമല്ല, അമ്പാടത്ത് ബീരാൻകുട്ടി മുസ്ലിയാർ, അമ്പാടത്ത് മുഹമ്മദ് എന്ന കുഞ്ഞിപ്പു മുസ്ലിയാർ, പോത്തൻ അബ്ദുള്ള മുസ്ലിയാർ, മണ്ണാർക്കാട് കുഞ്ഞായിൻ മുസ്ലിയാർ, ഷംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ, കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ എന്നിവരുടെ ശിഷ്യനാണ്. പട്ടിക്കാട് ജാമിഅ നൂരിയയുടെ സന്തതി കൂടിയായ ഉസ്താദ് ജാമിഅ നൂരിയ, ഉറവുംപുറം, മാട്ടുമ്മൽ തക്ക്, കൊളപ്പറമ്പ്, മണലടി, ഏപ്പിക്കാട്, ഇരുമ്പുഴി, ചെമ്പ്രശ്ശേരി, പള്ളിശ്ശേരി, നന്ദി, ദാറുസലാം, ആലത്തൂർ പടി, പാലക്കാട് ജന്നത്തുൽ ഉലൂം, ചെമ്മാട്, മടവൂർ, കാരത്തൂർ എന്നിവിടങ്ങളിൽ സേവനം ചെയ്തിട്ടുണ്ട്. അഭിമന്യരായ കോയക്കുട്ടി ഉസ്താദിൻ്റെ പിൻഗാമിയായി സമസ്ത കേരള ജമിയത്തുലമയുടെ പ്രസിഡന്റായ ഉസ്താദ് സമസ്ത കേരള ജമിയത്തുലമയുടെ തന്നെ വൈസ് പ്രസിഡന്റായും ഫത്വ കമ്മിറ്റി അംഗവുമായും പ്രവർത്തിച്ചിട്ടുണ്ട്. SMF ജില്ലാ പ്രസിഡന്റ്, സമസ്ത പാലക്കാട് ജില്ലാ വൈസ് പ്രസിഡന്റ്, മണ്ണാർക്കാട് താലൂക്ക് പ്രസിഡന്റ്, മദ്രസ മാനേജ്മെന്റ് കമ്മിറ്റി സംസ്ഥാന പ്രസിഡന്റ്, നാട്ടുകൽ ഇമാം നദവി ഇസ്ലാമിക് അക്കാദമി ജനറൽ സെക്രട്ടറി, മണ്ണാർക്കാട് ദാറുൽ നജാത്ത് വർക്കിംഗ് പ്രസിഡന്റ്, കുമരമ്പത്തൂർ മഹല്ല് പ്രസിഡന്റ് എന്നിങ്ങനെ നിരവധി സ്ഥാനങ്ങൾ അലങ്കരിച്ച ഉസ്താദ് 2016 ഡിസംബർ 15 റബീഉൽ അവ്വൽ 15-ന് വഫാത്താവുകയായിരുന്നു. കുമരമ്പത്തൂർ ജുമാ മസ്ജിദിലാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്.